ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പല സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ദിവ്യശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവസാന്നിധ്യ ബോധത്തോടെ ഭയഭക്തിയോടുകൂടി ഈ ദിവ്യശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് വിശുദ്ധ ദിവസം അടുത്തു വരുവാൻ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ത്രിയേക ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവസാന്നിധ്യബോധം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം നാഥ വിനയമുള്ള ഹൃദയത്തെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. കരുണാസുമനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും അവിടുത്തെ സന്നിധാനത്തുങ്കിൽ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യശുശ്രൂഷയുടെ ആദ്യോടന്തം കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. സ്വർഗീയമായിട്ടുള്ള സമാധാനത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് അവിടുന്ന് പകരണമേ. ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും നിന്നോടുകൂടെ ആരംഭിച്ച് നടത്തി ദൈവനാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടെ നിങ്ങളെ സഹായിക്കണമെന്ന് യേശു മശിഹാമുലടി നിങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 18ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ലിറിക് നമ്പർ 80, ഗീതം 18. God
കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനക്രമത്തിൽ രണ്ടാമത്തെ ശുശ്രൂഷാക്രമം നമുക്ക് ഉപയോഗിക്കാം. മാറ്റിൻ സർവീസിനായിട്ടുള്ള രണ്ടാമത്തെ ശുശ്രൂഷാക്രമം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ശ്രമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല.
പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അല്പനിമിഷങ്ങൾ അനുതാപഹൃദയത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ബന്ധത്തിലും സമസൃഷ്ടങ്ങളോടുള്ള ബന്ധത്തിലും നമ്മോട് തന്നെയും പ്രകൃതിയോടുമുള്ള ബന്ധത്തിൽ നാം അന്യവൽക്കരിക്കപ്പെട്ടവരായി മത്സരിച്ചുകൊണ്ട് പാപം ചെയ്ത് അകന്നു കഴിയുന്നുവെങ്കിൽ ക്ഷമിക്കണമേ എന്ന് സർവകൃപാലുവായിട്ടുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ മൗനമായി നമ്മെ തന്നെ പരിശോധിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികൾ തെറ്റിച്ചു നീരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിച്ചു നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ നിങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഈ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് അവർക്കും നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവേ. 95-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി ചൊല്ലാം. വരുവേ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്കാൾ നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. ഫസ്റ്റ് ലെസൺ, 1-ാം പാഠം.
ഇന്ന് കാലത്തെ ഈ ദിവ്യ ആരാധനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കി യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്ക് നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിൻ്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരാട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാനിന് അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് അപ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെയും കൂടാരം നീക്കി അടിച്ചു. ഇവിടെ ഒന്നാം വേദഭാഗം അവസാനിക്കുന്നു. ഈ സമയത്ത് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാം. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം ഈ സമയത്ത് വാക്യപ്രതിവാക്യമായി വായിക്കാവുന്നതാണ്. ബെന്തക്കോസ്തിന് പിമ്പ് 20-ാം ഞായറാഴ്ചയായി ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 16-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശം എന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രകാരം തന്നെ
സക്കറിയാവിന്റെ പാട്ട് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സക്കറിയാവിന്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്നെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന എവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്യുന്നതിന്റെ പ്രവാചകനെന്നു വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും ഇരുളിലും മരണനിഴലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് രണ്ടാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലെസൺ, രണ്ടാം പാഠം. ഇന്ന് കാലത്തെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടാം പാഠഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്രോസ്, നിഖാനോർ, തിമോൻ, പർമെനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ഇവിടെ രണ്ടാം പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം
1-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പീൻ. The Gospel according to Saint Matthew, chapter 20, verses 1 through 16. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ടു വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവീൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായക കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട്, വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്തു വന്നവർ ചെന്ന് ഒരു വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്കധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഒരു വെള്ളിക്കാശു കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവൻ്റെ നേരെ പെറുപെറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കുവാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു.
മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസവും സ്വർഗ്ഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്തു പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ ദൈവത്താവായ നീ വീരമെന്ന് വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ജ്ഞാനകീർത്തനങ്ങളിൽ 240 കീർത്തനം നമുക്ക് ഈ സമയത്ത് ചേർന്ന് പാടാം. ഹിം നമ്പർ 240, കീർത്തനം 240.
നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്നതിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകിയ സമാധാന പ്രഭുവായ കർത്താവേ, യലിദാസന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് സഭയായിട്ട് നാം ചിന്തിക്കുന്ന വിഷയം സമാധാനവും മാത്സര്യ പരിഹാരവും, പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും രാഷ്ട്രങ്ങൾ തമ്മിലും മത്സരം വർദ്ധിച്ചു വരുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. വ്യക്തി ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും അസമാധാനം വർദ്ധിക്കുന്നു. ഇന്നലെ ഒരു പത്രവാർത്തയിലൂടെ മനസ്സിലാക്കിയത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 12ാമത്തെ സമാധാന ചർച്ചയും കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടു. കേരളത്തിലെ 2 പ്രമുഖ സഭാവിഭാഗങ്ങൾ മത്സര്യത്തിൻ്റെ പാരമ്യത്തിൽ ഇന്ന് ആയിരിക്കുന്നു. ആക്രമണവും തീവ്രവാദവും മഹാമാരികളും പട്ടിണിയും മാർജിനലൈസേഷനുമൊക്കെ വർദ്ധിച്ചു വരുന്ന ചുറ്റുപാടുകളുടെ മധ്യത്തിൽ സമാധാനവും മത്സര്യ പരിഹാരവും എന്ന വിഷയം വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്നതാണ്. ഇന്ന് നമ്മൾ വായിച്ച് കേട്ട വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ 3 ചിന്തകൾ പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചു മത്തായിയുടെ സുവിശേഷം 20ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥിതിയിലൂടെയുള്ള സമാധാനം. നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥിതിയിലൂടെയുള്ള സമാധാനം. വേദപുസ്തകത്തിൽ സമാധാനം എന്ന വാക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഷാലോം എന്ന വാക്കാണ് സമാധാനം എന്നതിനെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുന്നത്. 2 യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ അവർ അഭിവാദ്യം ചെയ്തിരുന്നത് ഷാലോം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഷാലോം എന്ന വാക്കിൻ്റെ അർത്ഥം മത്സരമില്ലാത്ത, യുദ്ധമില്ലാത്ത ഒരു അവസ്ഥാവിശേഷം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് എല്ലാവർക്കും നന്മ ലഭിക്കുന്ന അനുഭവം, ഹോൾനെസ്, പൂർണ്ണത, കംപ്ലീറ്റ്നെസ്, ടോട്ടൽ വെൽബീയിങ്, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. എല്ലാവർക്കും നന്മയുള്ള, സമൃദ്ധിയുള്ള ഒരു ജീവിത അനുഭവമാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് ഈ ഷാലോം എന്ന വാക്ക് മശിഹ സങ്കല്പവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. മശിഹ ഒരു ഷാലോം സമൂഹത്തെ, സമാധാന സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം വരുന്ന വ്യക്തിയാണ്. അതായത് അവരുടെ ദൈവരാജ്യ സങ്കല്പവുമായിട്ട് ഈ വാക്കിന് വളരെയധികം ബന്ധമുണ്ട്. 120ാമത്തെ സങ്കീർത്തനം 7ാമത്തെ വാക്യത്തിൽ പറയുന്നത്,
ഞാൻ സമാധാന പ്രിയനാകുന്നു എന്നാണ്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതായത് യേശു എന്ന മശിഹ, ക്രിസ്തു, സമാധാന സമൂഹത്തെ, ദൈവരാജ്യ സമൂഹത്തെ വാർത്തെടുക്കുന്ന ദൗത്യമാണ് നിർവഹിച്ചത്. പൗലോസ് അതുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു നിങ്ങളുടെ സമാധാനം എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഷാലോം എന്നത് മത്സരമില്ലാത്ത അവസ്ഥ മാത്രമല്ല, മറിച്ച് ഇത് ദൈവരാജ്യ സമൂഹമായിട്ടും മശിഹ സങ്കല്പമായിട്ടും നമ്മളുടെ ദൗത്യവുമായിട്ടും വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ വേദഭാഗത്തിൽ ദൈവരാജ്യ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് സമാധാനത്തിൻ്റെ ദിവ്യ അനുഭവത്തെ വിശദീകരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ പീസ് വളരെയധികം പ്രചാരത്തിൽ ഉപയോഗിക്കപ്പെട്ടതാണ്. റോമൻ സമാധാനം എന്നുള്ളത് പലപ്പോഴും വാൾമുനയിൽ നിർത്തിക്കൊണ്ട് ആരും ഗവൺമെന്റിനെതിരെ ശബ്ദിക്കാതിരിക്കുന്ന, ഏത് തിന്മ കണ്ടാലും പ്രതികരിക്കാതെ മൗനമായിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സാഹചര്യം, അതിനെ അവർ റോമൻ പീസ് എന്ന് പൊന്നോമന പേര് വിളിച്ചു. എന്നാൽ വേദപുസ്തകം ഇപ്രകാരമുള്ളൊരു സമാധാനത്തിൻ്റെ ചിത്രമല്ല നമുക്ക് നൽകുന്നത്. സമാധാനം എന്ന വാക്ക് നീതിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. നീതി അധിഷ്ഠിതമായിട്ടുള്ളൊരു വ്യവസ്ഥിതിയിൽ മാത്രമേ സമാധാനം ലഭ്യമായി തീരുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ വീട്ടുടയവന്റെ നേർക്ക് കൂലിക്കാർ പിറുപിറുക്കുകയാണ്. അവിടെ ഒരു കൂലിത്തർക്കം. പിറുപിറുപ്പ് മനസ്സിൻ്റെ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആഹാരം ലഭിക്കാതെ വന്നപ്പോൾ, വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ യഹോവയായിട്ടുള്ള ദൈവത്തോട്, മോശയോട് പിറുപിറുത്തു. അത് ദൈവത്തോടുള്ള മത്സരമായിട്ടാണ് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പ്രതിഫലം പറഞ്ഞൊപ്പിച്ച് ചിലരെ വീട്ടുടയവൻ ജോലിക്കാക്കി. ഒരു വെള്ളിക്കാശാണ് അവർക്ക് കൂലിയായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ അധ്വാനിക്കുന്നതിൻ്റെ കൂലിയാണ് ഈ വെള്ളിക്കാശ്. പിന്നീട് 4 പ്രാവശ്യം വന്നവരോടും എത്ര കൂലി എന്ന് പറയുന്നില്ല, ന്യായമായത് തരാം എന്നാണ് വീട്ടുടയവൻ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നീട് 4 പ്രാവശ്യം വന്നവരും ഉഴപ്പന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ജോലി കാത്ത് ഇത്രയും സമയം നിൽക്കേണ്ടി വന്നത് എന്ന് ആ വേദഭാഗത്തിൻ്റെ ചില പരാമർശങ്ങൾ നമുക്ക് സംശയമുണ്ടാക്കിയേക്കാം. മിനക്കെട്ട് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ 7-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കി സൂചിപ്പിക്കുന്നത് ആരും വിളിക്കാത്തതിനാലാണ് അവർക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നത്. തൊഴിൽ അറിയാഞ്ഞിട്ടല്ല, അധ്വാനിപ്പാൻ മനസ്സ് ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് തൊഴിൽ കിട്ടാതെ അവർക്ക് നിൽക്കേണ്ടി വന്ന സമയത്താണ് വീട്ടുടയവൻ ഈ അവസാനത്തെ 4 പ്രാവശ്യവും വന്ന ആളുകൾക്ക് ഈ ജോലി നൽകുന്നത്. അവസാനം വന്നവർക്ക്
1 വെള്ളിക്കാശ് പ്രതിഫലം കൊടുക്കുകയാണ്. ആദ്യം വന്നവർ ഇത് കണ്ടപ്പോൾ അധികം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അത് ന്യായമല്ലാത്ത ഒരു പ്രതീക്ഷയായിരുന്നു. അവരുടെ ന്യായത്തെ വെച്ചുകൊണ്ട് കാര്യങ്ങളെ അവർ നോക്കിക്കാണുകയാണ്. ഇവരോട് 1 വെള്ളിക്കാശ് കൂലി കൊടുക്കാം എന്ന് പറഞ്ഞാണ് യജമാനൻ ഈ ചുമതലയിൽ ആക്കുന്നത്. പക്ഷേ പിന്നീട് വന്നവർക്ക് 1 വെള്ളിക്കാശ് ലഭിക്കുന്നത് കണ്ടപ്പോൾ തങ്ങളുടേതായിട്ടുള്ള ന്യായം വെച്ചുകൊണ്ട് ഇവർ കാര്യത്തെ നോക്കിക്കാണുകയാണ്. മറ്റുള്ളവർക്ക് കിട്ടുന്നത് വെച്ച് എനിക്കും കൂടുതൽ കിട്ടും എന്ന് അവർ കരുതി. എൻ്റെ അധ്വാനത്തിന് ഒത്ത കിട്ടിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അവകാശദംശനമാണ്, ന്യായമല്ല എന്ന് പറയുവാൻ കഴിയും. അവർക്ക് അർഹതപ്പെട്ട 1 വെള്ളിക്കാശ് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവർ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം നീതീകരണം പിറുപിറുപ്പിലേക്കും മത്സരത്തിലേക്കും നയിക്കുകയാണ്. ഇവിടെ യജമാനന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. സഹോദര, 1 മണിക്കൂർ ചെയ്തവർ വിശ്വസ്തരായിരുന്നു. ഞാൻ നിങ്ങളോട് അന്യായം ചെയ്യുന്നില്ല. നിനക്ക് പിന്നാലെ വന്നവർക്കും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്ക് ഉള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമല്ലയോ? പ്രിയമുള്ളവരെ, ഇവിടെ യജമാനൻ ഈ സംഭവത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ആദ്യം വന്നവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം കണ്ണുകടി ആയിരുന്നു എന്നാണ്. ഇന്ന് നമ്മളെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ സ്വയം നീതീകരണവും സ്വാർത്ഥതയും കണ്ണുകടിയും അസമാധാനത്തിലേക്ക്, മാത്സര്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നുവെങ്കിൽ ദൈവ നീതിയാണ് നമുക്ക് സമാധാനം നൽകുന്നത് എന്നീ വേദഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. സഭയിലും കുടുംബത്തിലും രാഷ്ട്രങ്ങൾ തമ്മിലും നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രശ്നപരിഹാരം ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ, നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ നീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് യത്നിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ സ്വയം നീതീകരണത്തിൻ്റെ, സ്വാർത്ഥതയുടെ, കണ്ണുകടിയുടെ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് മാത്രം മറ്റുള്ളവരെ നാം നോക്കിക്കാണുന്നുവെങ്കിൽ ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമാണ്. ദൈവ നീതിയിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് പ്രവർത്തിപ്പാനും ജീവിപ്പാനും കഴിയണം. രണ്ടാമതായിട്ട് നമ്മൾ ഇന്ന് പഴയ നിയമ വേദഭാഗമായിട്ട് വായിച്ച ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം. ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തക്ക സമയത്തുള്ള വിവേകപൂർവമായ പെരുമാറ്റം മത്സരം ഇല്ലാതെയാക്കി സമാധാനം പുലരുവാൻ ആവശ്യമാണ്. തക്ക സമയത്തുള്ള വിവേകപൂർവമായ പെരുമാറ്റം. പ്രിയമുള്ളവരെ, സമാധാനവും മത്സരവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സമാധാനം നിലനിർത്തുക എന്നുള്ളത് ഒരു ദൈവികമായിട്ടുള്ള പ്രവൃത്തിയാണ്. കനാനിലെ ക്ഷാമം നിമിത്തം ഈജിപ്തിലേക്ക് പോയ അബ്രഹാം അവിടെ നിന്നും മടങ്ങി വരികയാണ്. തെക്കേ ദേശത്ത്, അതായത് കനാനിൻ്റെ തെക്കുള്ള നെഗേവ് പ്രദേശത്ത് അബ്രഹാം വന്ന് താമസിക്കുന്നു. കൂടെ ലോത്തും. സമ്പന്നനാണ് അബ്രഹാം. ലോത്തിനും ധാരാളം ആടുകളും കൂടാരവും ഉണ്ടായിരുന്നു. സമ്പന്നത പലപ്പോഴും മത്സരത്തിന് കാരണമായിട്ട് തീരും. ഇവിടെ 2 പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത്. ഒന്ന്,
ഈ വേദഭാഗത്ത് പറയുന്നു, ദേശത്തിന് അവരെ വഹിച്ചു കൂടാതെ വണ്ണം ആളുകളും കന്നുകാലികളും വർദ്ധിച്ചു. 2, ധാരാളം സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ആൾബലവും പണവും, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മസിൽ പവറും പണവും ഇന്ന് സമൂഹത്തിൽ മത്സരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിച്ച സുവിശേഷ വേദഭാഗത്ത് 1 മണിക്കും 11 മണിക്കും വന്നവർ ദൈവികമായിട്ടുള്ള നീതിയിൽ സമത്വത്തിന് കർത്താവ് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ, വീട്ടുടയവൻ പ്രാധാന്യം കൊടുത്തുവെങ്കിൽ, ചില സ്ഥാനത്തിനു വേണ്ടിയുള്ള താല്പര്യമായിരുന്നു അവിടെ കണ്ണുകടിയുണ്ടായ അല്ലെങ്കിൽ മത്സരിച്ച വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ഈക്വാലിറ്റിയിൽ, നീതിയിൽ സമാധാനം പുലരുകയുള്ളൂ എന്ന് വേദഭാഗം പഠിപ്പിച്ചുവെങ്കിൽ, ഇവിടെ സ്ഥാനത്തിനു വേണ്ടിയും മാനത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും അഹംഭാവത്താലും പലപ്പോഴും മത്സരം ഉണ്ടാകുന്നു എന്ന്, സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുക. അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവുകയാണ്, പിണക്കമുണ്ടാവുകയാണ്. ഇവിടെ അബ്രഹാമും ലോത്തും തമ്മിൽ നേരിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടായി കാണുകയില്ല. എന്നാൽ ഈ ഇടയന്മാർ തമ്മിൽ പിണക്ക് ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അബ്രഹാം ലോത്തിനെ വിളിപ്പിച്ചു. നമ്മളുടെ ഇടയന്മാർ തമ്മിൽ കലഹിക്കുകയാണ്. അവിടെ അബ്രഹാം പറയുന്ന ഒരു വാക്കുണ്ട്, നാം സഹോദരന്മാർ അല്ലയോ? നമുക്ക് ഈ സമൂഹത്തിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, നമുക്ക് ഈ സമൂഹത്തിൽ ഒരു വ്യക്തിത്വമുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. അത് നഷ്ടമാക്കിക്കൂടാ. നമ്മുടെ ഇടയന്മാർ മത്സരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലേക്കും വ്യാപിക്കാം. നമ്മളുടെ ക്രെഡിബിലിറ്റി, നമ്മളുടെ ഐഡന്റിറ്റി ഈ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യം ശ്രദ്ധേയമാണ്. കനാന്യരും പെരിസ്യരും അവരുടെ ഇടയിൽ താമസിച്ചിരുന്നു എന്ന് ആ വേദഭാഗത്ത് പറയുന്നു. അവരുടെ ഇടയിൽ നാം അപമാനിക്കപ്പെടും. പ്രിയമുള്ളവരെ, അബ്രഹാം ഇവിടെ സമാധാനത്തിൻ്റെ പ്രവർത്തനത്തിനായി മുൻകൈയെടുക്കുകയാണ്. തക്ക സമയത്ത് വിവേകപൂർവമായി പ്രവർത്തിക്കുന്ന അബ്രഹാം, ഒരു ഹോളി സെപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, വിശുദ്ധമായിട്ടുള്ള ഒരു വേർപിരിയൽ അബ്രഹാം ലോത്തും തമ്മിൽ ഉണ്ടാകുകയാണ്. ഇവിടെ ഇതിന് മുൻകൈ എടുക്കുന്ന അബ്രഹാം ഏറ്റവും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ലോത്തിനോട് പറഞ്ഞു, ദേശം എല്ലാം നിന്റെ മുമ്പിലുണ്ട്, എന്നെ വിട്ടുപിരിയുക. ഇവിടെ അബ്രഹാം ഒരിക്കലും ബന്ധം വെട്ടിമുറിക്കുകയല്ലായിരുന്നു. നമുക്കറിയാം ലോത്തിനോടുള്ള ആ സ്നേഹബന്ധം എന്നും നിലനിർത്തുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അബ്രഹാം. സോദോം ഗൊമോറ യഹോവയായിട്ടുള്ള ദൈവം നശിപ്പിക്കുവാൻ തുടങ്ങുന്നു എന്ന് മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ അബ്രഹാം ദൈവത്തിനു മുമ്പിൽ മധ്യസ്ഥത അണയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ അബ്രഹാം പറയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. പ്രിയമുള്ളവരെ, സമാധാനത്തിനായിട്ട് മുൻകൈ എടുക്കുന്നവരെ സംബന്ധിച്ച് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. തക്ക സമയത്ത് വിവേകപൂർവമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, ചില വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ. ഇന്ന് സമാധാനത്തിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടുന്നവർ മൗനം പാലിക്കുകയാണ്. തക്ക സമയത്ത് നമ്മൾ പ്രവർത്തിക്കുകയില്ല. ആർക്കും പിടികിട്ടുവാനാവാത്ത സന്ദർഭത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പലപ്പോഴും അത് ഫലവത്തായി തീരുകയുമില്ല.
വിവേകപൂർവം നീതിപൂർവമായിട്ട് ഇവിടെ അബ്രഹാം പ്രവർത്തിക്കുകയാണ്. അബ്രഹാം ഇവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അബ്രഹാമിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാനാ നിന്നെ കൊണ്ടുവന്നത്, ഞാൻ എടുത്തതിന് ശേഷം ബാക്കി നിനക്ക് എടുക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, അബ്രഹാം ഇവിടെ പറയുകയാ, നീ എടുക്ക്, ബാക്കി എനിക്ക് മതി. സമാധാനത്തിൻ്റെ വാഹകരായിട്ട് ദൈവം നമ്മെ ഈ സമൂഹത്തിൽ ആക്കിയിരിക്കുമ്പോൾ നമ്മളുടെ സമ്പന്നതയും ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള ദാനങ്ങളും അന്യോന്യം അകൽച്ചയിലേക്ക് സാഹോദര്യ ബന്ധത്തിൽ കരിനിഴൽ വീഴ്ത്തുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ഇടപെടേണ്ട സമയത്ത് വിവേകപൂർവം നീതിപൂർവം ഇടപെടുവാനും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ ആ ക്രെഡിബിലിറ്റി സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടാതെ, ദൈവത്തിൻ്റെ നാമത്തിന് അപമാനമുണ്ടാക്കാതെ തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് നാം ഇന്ന് ലേഖന പാഠഭാഗമായി വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 6-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തീയ സഭ വളരുകയാണ്. ആദ്യത്തെ 2 സംഭവങ്ങൾ വീടിന് പുറത്തായിരുന്നുവെങ്കിൽ ഇവിടെ വീടിനുള്ളിൽ, സഭയ്ക്കുള്ളിൽ പ്രശ്നം ഉടലെടുക്കുന്നു. അന്ന് ആദിമസഭയിൽ ഉണ്ടായിരുന്നത് യഹൂദ ക്രിസ്ത്യാനികളാണ്. യഹൂദ ക്രിസ്ത്യാനികളിൽ എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരുമുണ്ട്. യഹൂദിയയിലും യെരുശലേമിലും ഉള്ളവർ സംസാരിക്കുന്നത് എബ്രായ ഭാഷയാണ്. എന്നാൽ പാലസ്തീന് വെളിയിലുള്ളവർ സംസാരിക്കുന്നത് ഗ്രീക്ക് ഭാഷയാണ്. ഹെലനിസ്റ്റിക് എന്നാണ് അവരെ പേര് വിളിച്ചിരുന്നത്. സഭയിലെ ആദ്യത്തെ പിണക്കം, പ്രശ്നം ഈ എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും തമ്മിൽ ഉണ്ടാവുകയാണ്. യവന ഭാഷ സംസാരിക്കുന്നവർ പറയുകയാണ്, തങ്ങളുടെ ഇടയിലെ വിധവമാരെ എബ്രായ ഭാഷക്കാർ കരുതുന്നില്ല. ശുശ്രൂഷയിൽ സംബന്ധിച്ച പിഴവിനെ ഇവിടെ യവന ഭാഷ സംസാരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ പിറുപിറുപ്പ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അവർ തമ്മിലുള്ള കലഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വിമത ശബ്ദം, ഒരു പ്രതിപക്ഷ ശബ്ദം, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരം സഭയിൽ ഉണ്ടാവുകയാണ്. ഇവിടെ അപ്പസ്തോലന്മാർ ഇത് അറിഞ്ഞപ്പോൾ പിഴവ് ചൂണ്ടിക്കാണിച്ചതിനെ ഒരിക്കലും നിശബ്ദമാക്കുവാൻ ശ്രമിക്കുന്നില്ല. ജനാധിപത്യപരമായിട്ടുള്ള ഒരു വലിയ തീരുമാനത്തിന് വേണ്ടി ഇവിടെ അപ്പോസ്തോലന്മാർ മുൻകൈയെടുക്കുകയാണ്. അപ്പോസ്തോലന്മാർക്ക് വേണമെങ്കിൽ ചില എക്സ്ക്യൂസസ് ഒക്കെ പറയാമായിരുന്നു. നമുക്കറിയാം, മോശയുടെ കാലത്തും ഇതിന് തുല്യമായിട്ടുള്ള ഒരു പ്രശ്നം യഹൂദ ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ഉണ്ടായി. വലിയ ഇസ്രായേൽ സമൂഹത്തെ നയിക്കുക എന്നുള്ളത്, അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ളത് മോശയ്ക്ക്, അല്ലെങ്കിൽ മോശയ്ക്കും അഹരോനും മാത്രം നിർവഹിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഭരണ നിർവഹണത്തിൽ ഘടനാപരമായിട്ടുള്ള ഒരു പുനഃക്രമീകരണം ഉണ്ടായതായിട്ട് പഴയ നിയമത്തിൽ നാം വായിച്ച് കേൾക്കുന്നു. ഇവിടെ അവരുടെ ശുശ്രൂഷയിൽ ഉണ്ടായതായിട്ടുള്ള പ്രശ്നത്തെ പരിഹരിക്കുവാൻ തക്കവണ്ണം 12 അപ്പോസ്തലന്മാരും ശിഷ്യന്മാരെ എല്ലാം വിളിച്ച് കൂട്ടുകയാണ്. ഒരു ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു ശൈലിയല്ല അപ്പോസ്തലന്മാർ അവിടെ സ്വീകരിക്കുന്നത്. സഭയിൽ ഈ പ്രശ്നം ഉടലെടുത്തപ്പോൾ ആരാണോ ഈ പ്രതിഷേധം ഉയർത്തിയത് അവരെ നിശബ്ദരാക്കുകയല്ല, അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല, മറിച്ച് പ്രശ്നം ജനാധിപത്യ രീതിയിൽ പരിഹരിക്കത്തക്കവണ്ണം എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട്
പ്രശ്നപരിഹാരത്തിന് ഒരു റെസല്യൂഷൻ കൊണ്ടുവരുവാൻ, തീരുമാനമെടുക്കുവാൻ അവരെ തന്നെ ഇവിടെ പ്രേരിപ്പിക്കുകയാണ്. അവിടെ അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രസംഗിക്കുവാൻ കൂടുതൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് മേശയിലെ ശുശ്രൂഷ ചെയ്യുവാൻ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ സാക്ഷ്യമുള്ള 7 പേരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണം. നമുക്ക് അറിയാവുന്നതുപോലെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒരുമിച്ച് പ്രശ്നപരിഹാരത്തിനായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്ക് കൂട്ടത്തിന് ബോധ്യമായി. അവിടെ പ്രശ്നപരിഹാരം സാധ്യമായിട്ട് തീരുകയാണ്. ഇവിടെ അപ്പോസ്തലന്മാർ തങ്ങളുടെ അധികാരം ഈ ശിഷ്യഗണങ്ങളുടെ മേൽ, സഭയുടെ മേൽ അടിച്ച് ഏൽപ്പിച്ച ആരെയെങ്കിലും തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലായിരുന്നു. മറിച്ച് ജനാധിപത്യ രീതിയിൽ പ്രശ്നം പരിഹരിക്കത്തക്കവണ്ണം, നീതിപൂർവം പ്രശ്നം പരിഹരിക്കത്തക്കവണ്ണം അവരെ വിളിച്ചുകൂട്ടി അവരുടെ ഇടയിൽ നിന്ന് തന്നെ സാക്ഷ്യമുള്ള 7 പേരെ തിരഞ്ഞെടുത്തപ്പോൾ പ്രിയമുള്ളവരെ, പ്രശ്നപരിഹാരം സാധ്യമായി തീരുകയാണ്. മാത്രമല്ല അപ്പോസ്തലന്മാർ ഒരു സ്വയപരിശോധനയ്ക്കും വിധേയരായി. തങ്ങളുടെ ദൗത്യ നിർവഹണം താഴെ തട്ടിലേക്ക് ചെല്ലുന്നില്ല. ചിലരൊക്കെ അസംതൃപ്തരാ, ചില വിധവമാർക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ ലഭിക്കുന്നില്ല എന്ന് ഈ ജനം പറഞ്ഞപ്പോൾ സ്വയം പരിശോധനയ്ക്ക് അവർ വിധേയരാവുകയും വീഴ്ചയെ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർ ഇവിടെ പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ദൗത്യത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാർ 7 പേരെ തിരഞ്ഞെടുത്തു. അവർ മേശയിലെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഡീക്കന്മാരായിട്ട് ഡയക്കോണിയ മിനിസ്ട്രി ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ 7 പേരെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഈ 7 പേരും ചെയ്ത ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷയായിരുന്നു. ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലേഷൻ. ഡയക്കോണിയ എന്ന് പറയുന്നത്, യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറയുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് തന്നെ ഒറ്റക്കെടുക്കുവാൻ പോകുന്ന യൂദ, ഈ യൂദ തന്നിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് യൂദയുടെ കാൽപാദപീഠത്തിൽ ഇരുന്ന് അവൻ്റെയും കാൽ കഴുകി. നിരപ്പിൻ്റെ ശുശ്രൂഷയെ യേശു തമ്പുരാൻ ക്രൂശിലും നിർവഹിച്ചപ്പോൾ പ്രിയമുള്ളവരെ, സമാധാന സമൂഹത്തെ വാർത്തെടുക്കുവാൻ തീർച്ചയായിട്ടും അത് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ്. ദൈവം യേശുക്രിസ്തുവിലൂടെ നിവർത്തിച്ച നിരപ്പിന്റെ ശുശ്രൂഷ നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടണമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ, ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ് എനിക്ക് നിങ്ങൾക്കും സമൂഹത്തിൽ നിർവഹിക്കുവാനായിട്ടുള്ളത്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നീതിയുള്ളൊരു സമൂഹത്തിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ. വിവേകപൂർവം തക്ക സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നമുക്ക് സമാധാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാൻ തക്കവണ്ണം സാധിക്കണം. മാത്രമല്ല, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നമുക്ക് കേട്ടറിയുവാനും അത് പറയുന്നവരെ ഒറ്റപ്പെടുത്തുവാനായിട്ടല്ല, ഒരുമിച്ച് ചേർന്ന് പ്രശ്നപരിഹാരത്തിനായിട്ട് ശുശ്രൂഷ മനോഭാവത്തോടുകൂടി നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് കർത്താവ് ഞങ്ങളെ ഭരമേൽപ്പിച്ചു എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ദൗത്യം നിറവേറ്റുവാനായിട്ടും സാധ്യമായിട്ട് തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം.
ഈ സമയത്ത് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു വരുന്നു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം സ്വീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പെന്തക്കോസ്തിന് പിൻപ് 20-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സമാധാനവും മാത്സര്യ പരിഹാരവും. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്ന വ്യത്യസ്ത ക്രമത്തിന്റെ നാഥനായ സമാധാനത്തിന്റെ ദൈവമേ, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവസാന്നിധ്യത്തിന്റെ ശാന്തതയും നിർവൃതിയും ഈ ലോകം അനുഭവിക്കുവാൻ ഞങ്ങളുടെ മധ്യയുള്ള ഛിദ്രവാസനയെ ഒഴിവാക്കുവാനും മാത്സര്യ മനോഭാവത്തെ വിവേകത്തോടും ആർദ്രതയോടും അഭിമുഖീകരിക്കുവാനും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകതയുമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായി ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കു വേണ്ടിയുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായിട്ടുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ഈ
ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിച്ചവരുടെ പേര് വായിക്കുന്നു. ബർത്ത്ഡേ ജന്മദിനം ആഘോഷിച്ചവർ: മനോ വി ജേക്കബ് വലിയ തറയിൽ, ലിജു പി ജോസഫ് പ്ലാവ് നിൽക്കുന്നതിൽ സജു വില്ല, പ്രിൻസ് സാം ജേക്കബ് മുളവന തെക്ക്, നിഷ സൂസൻ ഫിലിപ്പ് പാലത്തുംപാട്ട് ബഥേൽ, അഭിഷേക് വിനോദ് മാത്യു പവത്ത് ഗ്രീൻ വ്യൂ, കെ ഐ വർഗീസ് കുഴിയമ്പുറത്ത് മലയിൽ, കെ പി ചെറിയാൻ കോട്ടാത്തുറ പ്രിൻസ് വില്ല, എസ്ര തോമസ് ശമുവേൽ മുണ്ടകത്തിൽ ഗ്രേസ് വില്ല, കെ ജെ കുര്യൻ കാഞ്ഞിരം നിൽക്കുന്നതിൽ, ടി ജോൺ പോത്തൻ തെങ്ങിൽ, സുനിൽ ജേക്കബ് ജോൺ തുതിക്കാട്ട് എസ് ഡേ, ബിനു ഉമ്മൻ കരുമ്പോലി തെക്ക്, ഹെലൻ വർഗീസ് ഡി ക്ലാസ് താഴെമുട്ടത്ത് ഗ്രേസ് കോട്ടേജ്, തോമസ് കോശി ചേരുത്തുണ്ടിയിൽ, ഷാലോം സി സുനിൽ കോട്ടാത്തുറയിൽ പ്രിൻസ് വില്ല, നഥാനിയേൽ എബ്രഹാം കുരുവിള കുറ്റിക്കൽ ഷാലോം, ജോൺ പി ജോർജ് പൂമൂട്ടിൽ പുത്തൻവീട്, ചാണ്ടി ചെറിയാൻ വാലത്ത് കിഴക്കേതിൽ, മാത്യു തയ്യിൽ വടക്കേതിൽ, എബിൻ ജേക്കബ് കൊച്ചുപറമ്പിൽ എബിൻ ഭവൻ, റോസമ്മ ജോസഫ് പ്ലാവ് നിൽക്കുന്നതിൽ സജു വില്ല, ആൻസി അനിയൻ കിടായിക്കുഴിയിൽ, ആൻഡ്രിയ ഗ്രേസ് അനീഷ് പൂവന്തറയിൽ ഗ്രേസ് വില്ല, എം വി വർക്കി മാമ്പ്ര തുണ്ടയിൽ, ചെറിയാൻ മാത്യു പൂമൂട്ടിൽ, ജേക്കബ് കുര്യൻ ആലിവിലാസം, അനീഷ സാറ ഉമ്മൻ പുതിയിടത്ത്, റിയ മേരി ചെറിയാൻ കുമ്മമ്പുഴ ചരുവിൽ, സ്നേഹ വർഗീസ് തെറ്റുകുഴി തെക്ക് കിഴക്ക്, മോൻസ് ജിലു മാത്യു മണലേൽ പുത്തൻ വീട്, രാജു ഫിലിപ്പ് തുതിക്കാട്ട് കിഴക്കേതിൽ, ഷാജി ടി ചെറിയാൻ ചെങ്കൽ വടക്കേതിൽ, ബിബിൻ വി ജോസഫ് തേക്കുമൂട്ടിൽ, ക്രിസ്റ്റി ചാക്കോ പെരുങ്കുഴി ക്രിസ്റ്റി വില്ല, രാജമ്മ ജോൺ തെറ്റുകുഴി വടക്കേതിൽ എബനേസർ, ലിഡിയ തോമസ് കുഴിയമ്പുറത്തു മലയിൽ, ആശംസ മെറീന വർഗീസ് മണലേൽ പുത്തൻ വീട്, ക്രിസ് ഡോൺ ചെങ്കൽ പുത്തൻ വീട്, അനബേൽ ഏലിയാസ് ആര്യാട്ട് പുത്തൻ വീട്, റവറൻ ഡോക്ടർ എം ബി ജോസഫ് മേലെ മഠത്തിൽ, ഫിലിപ്പ് വർഗീസ് വലിയ തറയിൽ, മാത്യു വിൻസെന്റ് പെരുങ്കുഴി തെക്കേതിൽ മോഹനവിലാസം, കിരൺ മാത്യു കോശി ചേനത്തറയിൽ, ആശ ജോസഫ് കാഞ്ഞിരയ്ക്കൽ വടക്കേതിൽ, ഡോക്ടർ റോസ് ജെയ്മോൻ മാത്യു ആഞ്ഞിലിമീട്ടിൽ പീസ് കോട്ടേജ്, മെർലിൻ മറിയം റെനി ലൗഡേൽ, ഫെനി മേരി സജു തെറ്റിക്കുഴി തെക്കേതിൽ, ബെനീറ്റ ഗ്രേസ് ബിനു മണലേൽ ഹൗസ്, ലെസ്ലി ബിനു തെറ്റുകുഴി തെക്ക് കിഴക്ക്, വിനോദ് പി മാത്യു പൗവത്ത് ഗ്രീൻ വ്യൂ, ഷേർലി വർഗീസ് പള്ളത്തു കിഴക്കേതിൽ ഉഷസ്. ജന്മദിനം ആഘോഷിച്ച എല്ലാവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. പുതുവർഷം ദൈവത്തിലെ ഏറ്റവും ധന്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹവാർഷികം കൊണ്ടാടിയവർ: മിസസ് ആൻഡ് മിസ്റ്റർ ലിജോ പോത്തൻ സാം മേലെ മഠത്തിൽ, മിസസ് ആൻഡ് മിസ്റ്റർ നൈനാൻ ഷാമുവേൽ പല്ലോന്നിപ്പറമ്പിൽ, മിസസ് ആൻഡ് മിസ്റ്റർ പി സി ജോസഫ് പ്ലാവ് നിൽക്കുന്നതിൽ പുത്തൻ വീട്, മിസസ് ആൻഡ് മിസ്റ്റർ ജിനു യോഹന്നാൻ പടിപ്പുരയ്ക്കൽ, മിസസ് ആൻഡ് മിസ്റ്റർ ടി ജി എബ്രഹാം താനോത്രയിൽ. വിവാഹവാർഷികം കൊണ്ടാടിയ എല്ലാവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിതമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായിട്ടുള്ള ദൈവം പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജന്മദിനം കൊണ്ടാടിയ എല്ലാവരെയും, വിവാഹവാർഷികം കൊണ്ടാടിയവരെയും പ്രത്യേക സ്തോത്രാർപ്പണത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്നവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. കരുണാസുമനും പരിശുദ്ധനുമായിട്ടുള്ള നല്ല ദൈവമേ, സ്വർഗപിതാവേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും കഷ്ടങ്ങളുടെ ഏറ്റവും അടുത്ത തുണയായിട്ട് കൂടെയിരിക്കുന്ന ദൈവമാണല്ലോ അവിടുന്ന്. ഞങ്ങളുടെ ജീവിതത്തിലെ ദാനങ്ങളും നന്മകളുമൊക്കെ ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമെന്ന് തിരിച്ചറിയുന്നു. ഈ ദിവസങ്ങളിൽ ജന്മദിനം കൊണ്ടാടി എല്ലാവരെയും, കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും, ദൈവം നൽകിയതായിട്ടുള്ള പ്രത്യേക ദാനങ്ങൾക്ക് സ്തോത്രാർപ്പണത്തോടെ വന്നിരിക്കുന്നവരെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, സ്വർഗപിതാവേ, പ്രിയമക്കളുടെ പുതുവർഷം ദൈവത്തിലേറ്റവും അനുഗ്രഹിച്ച് നൽകണമേ. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും
കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. നല്ലവനായിട്ടുള്ള ദൈവം തങ്ങൾക്ക് തുണ നിൽക്കുന്നവൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൽ പരിപൂർണ സമർപ്പണത്തോടെ ജീവിതം നയിപ്പാനും മാതൃകാപരമായിട്ട് ഈ സമൂഹത്തിൽ സാക്ഷ്യം നിറവേറ്റുവാനും പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അവിടുന്ന് സൗഖ്യവും സമാധാനവും നൽകണമേ. സ്വർഗീയ കൃപാലുവായിട്ടുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തുടർന്നും സമർപ്പിത സമൂഹമായിട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി കീർത്തനങ്ങളിൽ 361 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 361, കീർത്തനം 361. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഇന്ന് കേട്ട വചനത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മാത്സര്യവും അസമാധാനവുമുള്ള ലോക സാഹചര്യത്തിൽ നാം ജീവിക്കുന്നു. സമാധാന പ്രഭുവായ കർത്താവേ, നീ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആയിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും സമാധാനവാഹകരായി നീതിയുടെ ദൗത്യത്തെ നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയ്ക്കു വേണ്ടി, ഓരോ കുടുംബങ്ങൾക്കു വേണ്ടിയും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാവർക്കായിട്ടും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടിലും
രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന ധാരാളം പേരുണ്ടല്ലോ. ഹോസ്പിറ്റലും ഭവനങ്ങളിലും ആയിട്ട് പ്രിയമക്കൾ വേദനപ്പെടുമ്പോൾ കാരുണ്യവാനായിട്ടുള്ള ദൈവമേ, അവർക്ക് പരിപൂർണമായിട്ടുള്ള വിടുതലും സൗഖ്യവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൻ്റെ ശ്രേണതയിൽ കഴിയുന്ന നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിനായിട്ടും പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ദൈവത്തോട് യാചിക്കാം. നമ്മുടെ ദേശത്തെ ഓർക്കാം. സംസ്ഥാനത്തിനായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിനായിട്ടും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സമാധാനവും നന്മയും നമ്മുടെ ദേശത്ത് ദൈവം നൽകേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 മഹാമാരിയുടെ പ്രതിസന്ധിയിൽ ലോകം വേദനപ്പെടുമ്പോൾ സർവകൃപാലുവായിട്ടുള്ള ദൈവമേ, അവിടുന്ന് മനസ്സലിവ് തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയിൽ നിന്നും സമൂഹത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം യത്നിക്കുന്ന എല്ലാവർക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കാം. പ്രത്യേകാൽ നമ്മളുടെ സഭയിലെ ഇപ്രകാരം ആരോഗ്യരംഗത്തും സാമൂഹിക പ്രവർത്തനങ്ങളിലുമായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ശാസ്ത്രലോകത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, ക്രമസമാധാന രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, രാഷ്ട്ര നേതാക്കന്മാർ തക്കതായിട്ടും ഉചിതമായിട്ടുമുള്ളൊരു തീരുമാനം സമൂഹത്തിന് നന്മയുണ്ടാകുന്ന വിധത്തിലെടുക്കുവാൻ അവരെയൊക്കെ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. COVID-19 മഹാമാരിയുടെ പ്രയാസത്തിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഈ സമയത്ത് യാചിക്കാം. പലരുടെയും രോഗം ഭേദമായി, എന്നാൽ ചിലർ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട്. ദൂരദേശത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പഠനത്തിനും ജോലിക്കുമായിട്ട് കടന്നുപോയിട്ടുള്ളവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ഭാവി എന്തായിത്തീരും എന്നതിനെ ഓർത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഈ മാധ്യമത്തിലൂടെ നമുക്ക് ശുശ്രൂഷയെ സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകുന്നു. ആരെങ്കിലും പ്രയാസത്തിലോ ദുഃഖത്തിലോ വേദനയിലോ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നുവെങ്കിൽ ദൈവമേ കരുണ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. CSA സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ ഓർക്കാം. ഒരു പുതിയ അധ്യക്ഷനായിട്ടുള്ള പാനൽ ക്രമീകരണങ്ങൾ ചെയ്തു. ദൈവഹിതാനുസരണമുള്ളൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കരുണാസുമനായിട്ടുള്ള ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവമേ മനസ്സൊലിവ് തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് കാൽവരി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ഇന്ന് നമുക്കായിട്ട് മധ്യസ്ഥത അണയുന്ന മഹാപുരോഹിതനായിട്ടുള്ള കർത്താവിനോട് നമ്മുടെ ദുഃഖങ്ങളെ പങ്കിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് സമാധാനം നൽകട്ടെ, ആശ്വാസം നൽകട്ടെ, വിടുതൽ നൽകട്ടെ. നമുക്ക് അല്പനിമിഷങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കരുണാസുമനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടുകൂടി സ്തോത്രം. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി, പ്രത്യേകാൽ COVID-19 മഹാമാരിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കേണ്ടതിനു വേണ്ടിയും നിന്നോട് കഴിച്ചതായിട്ടുള്ള അപേക്ഷ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടുവല്ലോ. നാഥ, അവിടുന്ന് മനസ്സലിവ് തോന്നണമേ. മഹാമാരിയിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും പ്രിയപ്പെട്ടവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. ആശ്വാസവും സമാധാനവും ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ. സമാധാനത്തിൻ്റെ വാഹകരായി നീതിയുടെ സുവിശേഷവുമായി ശുശ്രൂഷയെ നിവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായിട്ടും ഓരോ കുടുംബങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. പലവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഓരോരുത്തരും അവിടുത്തെ കൃപയിലും കാവലും സ്നേഹത്തിൻ്റെ അനുഗ്രഹങ്ങളാലും അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെത്തിന് ദൈവങ്ങളിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. യേശു മശിഹാ മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെ മുറവിയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങൾ നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളുടെ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയതായിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്നെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്കു വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കണ്ണുകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമുള്ളവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. അനൗൺസ്മെന്റ് നോട്ടീസായിട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇന്നത്തെ ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സ്ട്രീമിങ്ങിൽ സഹായിച്ച ഗായസംഘാംഗങ്ങളോടും യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളോടും ആരാധനയ്ക്ക് നേതൃത്വം നൽകിയവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും സഭയുടെ പേരിൽ അറിയിക്കുന്നു. നവംബർ മാസം ആദ്യ ആഴ്ച മുതൽ ഞായറാഴ്ച ദിവസം പൊതുവാരാധന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. തീരുമാനം ചർച്ച് കമ്മിറ്റി കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏവരുടെയും സഹകരണവും അഭ്യർത്ഥിക്കട്ടെ. ചൊവ്വാഴ്ച ദിവസം ടെലിഫോൺ പ്രാർത്ഥനാ മീറ്റിംഗ് വൈകുന്നേരം 6:30 മുതൽ നടത്തപ്പെടും. പതിവ് പോലെ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ചെയിൻ പ്രയറും നടത്തപ്പെടുന്നതാണ്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച രാവിലെ 9:30 മുതൽ
റെക്കോർഡഡ് ലൈവ് സ്ട്രീമിംഗ് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നമുക്ക് കാണാവുന്നതാണ്. ശുശ്രൂഷയിൽ സംബന്ധിക്കാവുന്നതാണ്. ഏവരും ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ ആരാധനയിൽ സംബന്ധിക്കണമേ എന്നും അറിയിക്കട്ടെ. ഇന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ ടെലിഫോൺ പ്രാർത്ഥന മീറ്റിംഗ് വൈകുന്നേരം 4 മണിക്ക് നടത്തപ്പെടുന്നതാണ്. കൊറോണ വൈറസിൻ്റെ പ്രയാസമേറിയ സാഹചര്യത്തിലൂടെ നമ്മുടെ സമൂഹം മുമ്പോട്ട് പോവുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭവന സന്ദർശനം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ. ചുരുക്കം ചില ഭവനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ രോഗികളായിരിക്കുന്നവരെ ആണ് ഈ ദിവസങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളത്. അച്ഛൻ സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളവർ ദയവായിട്ട് ആ വിവരത്തെ അറിയിക്കണമേ എന്നും ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ ഗായസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ഗാനപരിശീലനം ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ ഗൂഗിൾ മീറ്റിലൂടെ സൂമിലൂടെ പ്രാക്ടീസ് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രാക്ടീസ് ദിവസങ്ങളിലും ക്രമീകരിക്കുന്നുണ്ട്. എല്ലാ ഗായസംഘാംഗങ്ങളും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമേ എന്നും ഓർമ്മപ്പെടുത്തട്ടെ. സഭയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സ്റ്റാഫിൻ്റെ സാലറി, അച്ഛൻ്റെ സാലറി, അനുദിന ചെലവുകൾ മാത്രമല്ല, മാസങ്ങളായിട്ട് നമ്മൾ സെൻട്രൽ ഫണ്ട് അടച്ചിട്ടില്ല. കബറുകൾ സമർപ്പിച്ചെങ്കിൽ മാത്രമേ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുവെങ്കിൽ മാത്രമേ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയുള്ളൂ. ദയവായിട്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും തുടർന്നും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പണം നൽകുന്നവർ ദയവായിട്ട് റസീറ്റും കൈപ്പറ്റേണ്ടതാണ്. യൂത്തിൻ്റെ കലാമത്സരം ക്രമീകരിച്ച വിവരം അറിയിച്ചിരുന്നുവല്ലോ. അതിൻ്റെ റിസൾട്ട് ഈ ആഴ്ചയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ സഭയുടെ ഒരു പുതിയ ഡയറക്ടറി പ്രസിദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചകൾ നമ്മളുടെ കമ്മിറ്റിയിൽ നടത്തുകയുണ്ടായി. വിശദമായിട്ടുള്ള വിവരം ചർച്ച കമ്മിറ്റിയിൽ ആലോചിച്ച് അറിയിക്കുന്നതാണ്. ഡേറ്റ കളക്ഷനും കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദയവായിട്ട് പ്രാർത്ഥനയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് പാനൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നോട്ടീസ് വായിക്കട്ടെ. CSI മധ്യകേരള മഹായിടവ ബിഷപ്പ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത് സംബന്ധിച്ച് CSI മധ്യകേരള മഹായിടവക ആത്മായ സെക്രട്ടറി ഡോക്ടർ സൈമൺ ടി ജോൺ, CSI സിനഡ് ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ലഭിച്ച പ്രത്യേക അറിയിപ്പിൻ്റെ മലയാളം തർജ്ജിമ. CSI സഭയുടെ ഭരണഘടന അധ്യായം 6 റൂൾ 28 അനുസരിച്ച് നൽകപ്പെട്ട നോട്ടീസ് പ്രകാരം 2020 സെപ്റ്റംബർ 15 നടത്തപ്പെട്ട സ്പെഷ്യൽ മഹായിടവക കൗൺസിലിൽ താഴെ പേര് പറയുന്ന പട്ടക്കാരെ ബിഷപ്പ് നിയമനത്തിനുള്ള പാനലിലേക്ക് തിരഞ്ഞെടുത്തതായി ഇതിൻ പ്രകാരം അറിയിപ്പ് നൽകുന്നു. റവറൻ ഡോക്ടർ സാബു കച്ചറിയാൻ, റവറൻ നെൽസൺ ചാക്കോ. പ്രസ്തുത തിരഞ്ഞെടുപ്പിൻ്റെ സാധുതയെപ്പറ്റിയോ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, അധ്യാപനം ഇവ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ, പരാതികൾ എന്നിവ ഉണ്ടെങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ച് 21 ദിവസങ്ങൾക്കകം, അതായത് 2020 ഒക്ടോബർ 25 മുൻപായി CSI ജനറൽ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഇത് CSI ഭരണഘടന അധ്യായം 6 റൂൾ 29 അനുസരിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നു. ബിഷപ്പ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാബു അച്ഛനെയും നെൽസൺ അച്ഛനെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവഹിതാനുസരണമുള്ള വ്യക്തി ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. സൺഡേ സ്കൂൾ, പീറ്റർ കേറ്റർ സ്ക്രിപ്ചർ നോളജ് എക്സാമിനേഷൻ 2021 നോട്ടീസ്. ലോവർ ഗ്രേഡ് 9ാം ക്ലാസ്, ഹയർ ഗ്രേഡ് 11ാം ക്ലാസ് പീറ്റർ കേറ്റർ പരീക്ഷയ്ക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ മാസം 31 മുമ്പായി 50 രൂപ ഫീസ് ഉൾപ്പെടെ പേരും അവർ പഠിക്കുന്ന ക്ലാസ്സും രേഖപ്പെടുത്തി ഇടവുപട്ടക്കാരുടെ വശമോ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററിൻ്റെ കൈവശമോ ഏൽപ്പിക്കണം എന്ന് അറിയിക്കുന്നു.
10 പേരിൽ കുറയാതെ ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം സെൻറ്റർ ലഭിക്കുകയുള്ളൂ. പഠിക്കേണ്ട വിഷയം ഒക്ടോബർ മാസത്തെ ജ്ഞാനനിക്ഷേപത്തിലും അതോടൊപ്പം തന്നെ നമ്മളുടെ ചർച്ചിൻ്റെ വാട്സപ്പിലും നൽകിയിട്ടുണ്ട്. പരീക്ഷാ തീയതി 2021 ജനുവരി 23 എന്നും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ദിവ്യശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും സഭയുടെ പേരിൽ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. സർവകൃപാലുവായിട്ടുള്ള ദൈവം മഹാമാരിയിൽ നിന്നും ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് കൃപയോടുകൂടി കാത്ത് സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകട വണക്കാം. കരുണാസുമലിനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് അടികൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ പൊതുവാരാധനയ്ക്കായി ദേവാലയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ദൈവസാന്നിധ്യ ബോധത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളും ദൈവസാന്നിധ്യത്താൽ ആരാധനാലയങ്ങളായി ഞങ്ങൾക്ക് കർത്താവെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതോർത്ത് സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് സമാധാനത്തെ നൽകണമേ, ആശ്വാസത്തെ നൽകണമേ. ദൈവകൃപയെ ശരണപ്പെട്ടുകൊണ്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും അവിടുന്ന് കൃപ നൽകണം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുവല്ലോ. നാഥ, മനസ്സലിവോടെ അവിടുന്ന് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ തുടർന്ന് ഞങ്ങളെ പരിപാലിക്കണം. യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുവോ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുവോ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നന്മകളും നമ്മോടുകൂടെ ഇരുന്ന് ഇന്നും എപ്പോഴും നമ്മെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. COVID-19 മഹാമാരിയുടെ പ്രതിസന്ധിയിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ സമാധാന പ്രഭുവായ കർത്താവ് നമുക്ക് നന്മയേകട്ടെ, ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും കർത്താവ് നമ്മെ കൃപയോടുകൂടി പരിപാലിക്കുമാറാകട്ടെ. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. We